വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതിയുടെ സംരക്ഷണത്തിൻ്റെ ആവശ്യകത വിളിച്ചോതിക്കൊണ്ട് നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഇന്ന് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം വിവിധ സാമൂഹിക സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും മേഖലയിലാകെയും സംഘടിപ്പിച്ചത്. പരിസ്ഥിതി പരിപൂർണമായും നല്ല തോതിൽ നിലനിൽക്കേണ്ടത് മനുഷ്യൻ്റെ ജീവന് അത്യന്താപേക്ഷിതമാണ്. വലിയ ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചവരാണ് കേരളം. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് വരുന്ന ഓരോ കേടുപാടുകളും അല്ലെങ്കിൽ ഓരോ നാശവും അത് മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് വലിയ വിഘാതം സൃഷ്ടിക്കുമെന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഈ ഒരു പരിസ്ഥിതി ദിനം കൊണ്ട് ആചരിക്കുന്നത് നടങ്ങും. എന്തായാലും കൊച്ചുകുട്ടികൾക്കടക്കം പരിസ്ഥിതി ദിന സന്ദേശം പകർന്നുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ദിനാചരണം ഇന്നും കടന്നു പോകുന്നത്. നോക്കാം പ്രധാന വാർത്തകളിലേക്ക്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി മേഖലയിലെങ്ങും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാലയങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ട് വിവിധ സംഘടനകൾ. ആളില്ലാത്ത സമയം വീടിന്റെ ചുമർ തുരന്ന് മോഷണം. പൂക്കോട്ടുംപാടം ഗാന്ധിപ്പടിയിലാണ് മോഷണ ശ്രമം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മേഖലയിലെങ്ങും കനത്ത മഴയുടെ മുന്നറിയിപ്പ്. മലപ്പുറം ജില്ലയിൽ നാളെയും മറ്റന്നാളും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. നിലമ്പൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം പൊട്ടിവീണ് ഓട്ടോറിക്ഷ തകർന്നു. ലോക പുകയില വിരുദ്ധ ദിനാചരണം. വണ്ടൂർ അംബേദ്കർ കോളേജിൽ പുകയില വിരുദ്ധ റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. ഇന്ന് ലോക പരിസ്ഥിതി ദിനാചരണം. പരിസ്ഥിതിയുടെ സംരക്ഷണം മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ ഒരു പരിസ്ഥിതി ദിനവും ആചരിച്ചത്. നിലമ്പൂർ നഗരസഭാതല പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് വൃക്ഷത്തൈ നട്ടുകൊണ്ട് ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എടുക്കുന്നത്. വികസനത്തിൻ്റെ പേരിൽ കുന്നിടിച്ചും വെള്ളം മലിനീകരിച്ച് വായു മലിനീകരിച്ചും ഒക്കെ നമ്മൾ ചെയ്യുന്ന ദ്രോഹങ്ങൾ നമ്മൾ പല രീതിയിലായിട്ട് പ്രകൃതിക്ഷോഭമായിട്ട് ഭൂകമ്പമായിട്ട് വെള്ളപ്പൊക്കമായിട്ടൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും പുതിയ കുട്ടികൾക്ക് പുതിയ തലമുറയ്ക്ക് അങ്ങനെ ചെയ്താലുണ്ടാവുന്ന ദ്രോഹത്തെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മളുടെ പഴയ തലമുറ നമുക്കത് ദൈവകോപമായിട്ടൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നമ്മളതിൽ പരിപാലിക്കാനുള്ള സന്ദേശം നമുക്ക് നൽകിയിരുന്നു.
പുതിയ തലമുറയിലെ ആധുനിക യുഗത്തിൽ അത് കുറവായതുകൊണ്ടുകൂടി കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് നമുക്കും നമ്മുടെ വീടും അതുപോലെ തന്നെ പരിസരവും ശുചിയാക്കി വയ്ക്കുകയും പക്ഷി മൃഗാദികളെയും അതേപോലെ തന്നെ വൃക്ഷലതാദികൾ മൃഗങ്ങൾ പരിസരങ്ങളൊക്കെ ചേർത്തൊരു സന്തുലിതമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്നും അത് ഭാവി തലമുറയുടെ നിലനിൽപ്പിന് ആധാരമാണെന്ന് ഓരോ കുഞ്ഞും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ നഗരസഭ വൈസ് ചെയർമാൻ ഷൗക്കത്ത് അലി കൂമഞ്ചേരി, നഗരസഭ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സ്മിത ടീച്ചർ, മുംതാസ് ബാബു, മേരീസ് ഷിബു, കൗൺസിലർമാരായ റജീന നൌഷാദ് അലി, ഷിഹാബ് മൂർഖൻ, റബീന PV, ശാലിനി, ഷഫീഖ് മണലുടി, നിലമ്പൂർ കൃഷി ഓഫീസർ വിശാഖ, ഫെഡറൽ ബാങ്ക് നിലമ്പൂർ മാനേജർ രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യവും മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും ഓർമ്മിപ്പിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥനായ സജി ജോൺ വിദ്യാർത്ഥികൾക്കായി പരിസ്ഥിതി അവബോധ ക്ലാസ് എടുത്തു. ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി പരിസ്ഥിതി ദിന മെഗാ ക്വിസ്, പോസ്റ്റർ നിർമ്മാണ മത്സരം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറം, SMC ചെയർമാൻ MK കടവത്ത്, സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ, പ്രധാനാധ്യാപകൻ അബ്ദുറഹിമാൻ MM, VHSC പ്രിൻസിപ്പൽ റുഖിയ N, സുനിൽ മാസ്റ്റർ, സുരേഷ് കണിയാമ്പറമ്പിൽ, ഷാജി, അനു, സുധ, ജസീല, സുൽഫീഖർ അലി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ച് നിലമ്പൂർ പ്രസ് ക്ലബ്ബും മാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിലെ സ്കൂളുകളിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ഒപ്പം കരിമ്പുഴ വനം ഗവേഷണ കേന്ദ്രത്തിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലും സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചു. നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കരിമ്പുഴ GLP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ഔഷധ ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തത്. പരിസ്ഥിതി ദിന സന്ദേശം കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിന്റെ ഭാഗമായാണ് പ്രസ് ക്ലബ്ബ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് മോഹൻ, ജനറൽ സെക്രട്ടറി വിനീത് മയ്യന്താനി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ തോമസ് കുട്ടി ചാലിയാർ, A. ഹാരിസ്, അംഗം യാസിർ അറാഫത്ത് VK എന്നിവർ വിദ്യാർത്ഥികൾക്ക് തൈകൾ കൈമാറി. ഏതൊരു പദ്ധതിയും നടപ്പിലാക്കുന്നത് കുട്ടികളുടെ മുമ്പിലാകുമ്പോൾ അത് കുട്ടികളുടെ മനസ്സിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അത്തരം ഒരു ചിന്തയ്ക്ക് കാരണമാകുന്ന ഒരു വളം വെച്ചു കൊടുക്കുന്ന രീതിയിലായിട്ട് മാറിത്തീരുന്നത് കൊണ്ട് തന്നെ ഈ പരിസ്ഥിതി ബോധം ഏറ്റവും എളുപ്പത്തിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ പദ്ധതികൾ കൂടുതലും സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത്. മറ്റ് പൊതുയിടങ്ങളിലും സാമൂഹിക സാംസ്കാരിക ക്ലബ്ബുകളിലും എല്ലാം ഇത്തരം പരിപാടികൾ നടക്കാറുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മുടെ മേഖലയിൽ എന്നല്ല, കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും നന്നായിട്ട് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ്. PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറം അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് മോഹൻ മുഖ്യപ്രഭാഷണവും തോമസ് കുട്ടി ചാലിയാർ പരിസ്ഥിതി ദിന സന്ദേശവും നൽകി. ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ ഈ സ്കൂളിൽ നിന്ന് തരുന്ന ഒരു തൈ നിങ്ങൾ ഓരോരുത്തരുടെയും കൈകളിലേക്ക് എത്തുമ്പോൾ അത് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഇടങ്ങളിൽ ഒരു സ്ഥാനം നൽകി നിങ്ങളുടെ പേരിൽ തന്നെ വീട്ടുമുറ്റങ്ങളിൽ കുഴിച്ചിടുകയും രക്ഷിതാക്കളുടെയും നിങ്ങളുടെയും സഹകരണത്തോടു കൂടി അത് തളിർത്ത് വലുതാവുകയും ഈ മാനദേവൻ സ്കൂളിന്റെ മുമ്പിൽ നിൽക്കുന്ന മരങ്ങൾ പോലെ 1, 2, 3 വർഷങ്ങൾ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ വീട് മുറ്റങ്ങളിൽ തണലേകി നിൽക്കും. ശുദ്ധവായു നിങ്ങളുടെ വീടിന്റെ ഗേറ്റ് കടന്ന് സമ്പൂർണമായും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. SMC ചെയർമാൻ MK കടവത്ത്, സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ, VHSC പ്രിൻസിപ്പൽ N റുഖിയ, സുരേഷ് കണിയാമ്പറമ്പിൽ, സുൽഫീഖർ അലി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. പ്രധാനാധ്യാപകൻ അബ്ദുറഹിമാൻ MM സ്വാഗതവും പ്രസ് ക്ലബ്ബ് സെക്രട്ടറി വിനീത് മയ്യന്താനി നന്ദിയും പറഞ്ഞു. കരിമ്പുഴ വനം ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ ഈറങ്കോൽ തൈകൾ നട്ടുപിടിപ്പിച്ചു. KFRI സയന്റിസ്റ്റ് ഇൻചാർജ് ഡോക്ടർ മല്ലികാർജുന സ്വാമി മുഖ്യ സന്ദേശം നൽകി. ഈ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഭാഗമായിട്ട് നമ്മൾ സ്ഥാപനത്തിന് കുറച്ച് സ്കൂൾ കുട്ടികളെ വിളിച്ചിട്ട് അവർക്ക് ചെടികൾ വിതരണം ചെയ്തു. കൂടാതെ ഈ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഭാഗമായിട്ട് നിലമ്പൂർ പ്രസ് ക്ലബിൻ്റെ ജോയിൻ്റ്ലി ഓർഗനൈസ് ചെയ്തിട്ട് നമ്മൾ ഒരു ജൻ പ്ലാസം എറങ്കോൽ ജൻ പ്ലാസമിലേക്ക്
എരങ്കോലിൻ്റെ തൈകൾ നട്ട് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഭാവിയിലേക്ക് നല്ല എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഉള്ള ചെടിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ പ്ലാന്റിംഗ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേയിലെ എല്ലാവരും ഒരുപാട് ചെടികൾ എടുത്തിട്ട് അത് നടും. നട്ടത് പോരാ, അതിനെ സംരക്ഷിക്കുന്നതും പിന്നെ അതിനെ പാലിക്കുന്നത്, അതൊക്കെ വെള്ളം വളം എല്ലാം കൊടുത്തിട്ട് അത് വളർത്തണം. ജീവനക്കാരും തൊഴിലാളികളും പങ്കെടുത്തു. കരിമ്പുഴ GLP സ്കൂളിനും ഔഷധ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. കുട്ടികൾ തൈകൾ ഏറ്റുവാങ്ങി. HM ഇൻചാർജ് ഫൂലൻ ദേവി, അധ്യാപകരായ ഷഹല സിനി, സിജി പി, ഫസീല പി എന്നിവർ പങ്കെടുത്തു. പരിപാടികൾക്ക് പ്രസ് ക്ലബ്ബ് ട്രഷറർ M സനോജ്, വൈസ് പ്രസിഡന്റ് സൈനുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറിമാരായ സമീർ പുളിക്കൽ, റിൻഷാദ് എന്നിവർ നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വണ്ടൂർ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലും വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. വണ്ടൂർ കൃഷിഭവനുമായി സഹകരിച്ച് നടത്തിയ പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം വണ്ടൂർ യത്തീംഖാന സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ നിർവഹിച്ചു. ചെടി നടലാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇത് നട്ടിരുന്നത് പഞ്ചായത്ത് റോഡുകളായിരുന്നു. ഇന്ന് നമ്മൾ സ്കൂളിലും മറ്റ് സ്ഥലങ്ങളിലുമായിട്ടാണ് ഇന്ന് നമ്മളോട് ഗവൺമെൻറ് ആഹ്വാനം ചെയ്ത് അതുമാതിരി അതുമാണ് ഇന്ന് നമ്മളിവിടെ നടത്തുന്നത്. അത് എല്ലാവരും മനസ്സിൽ വെച്ചുകൊണ്ട് നാളെ നിങ്ങളും വീട്ടിൽ പോയിക്കൊണ്ട് ഇതേമാതിരി ഒരു തൈ നട്ട് വീട്ടിലും നാട്ടിലും ഇതിനു വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്യണം. വീട്ടിലും നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കുന്നതിന് മുൻകൈ എടുക്കണം. ശുചിത്വമാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും നല്ലത്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും സ്കൂളുകളിലും വീട്ടുകളിലും ഒരുമിച്ച് നിന്ന് പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ടാണ് വണ്ടൂർ പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ പരിസ്ഥിതി ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ചടങ്ങിനോടനുബന്ധിച്ച് സ്കൂൾ കോമ്പൗണ്ടിൽ 20ഓളം ഫലവൃക്ഷ തൈകളാണ് വെച്ചുപിടിപ്പിച്ചത്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ബോധവൽക്കരണ അസംബ്ലിയും സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് A അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ T ഉമ്മർ ഗോയ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സോജൻ കുര്യാക്കോസ്, UP ഹെഡ് മാസ്റ്റർ KT ഷിഹാബുദ്ദീൻ, LP UP പ്രധാന അധ്യാപകരായ K അൻവർ സാദത്ത്, PM ജാഫർ, അധ്യാപകരായ ഇബ്രാഹിം മാറഞ്ചേരി, KK മുഹമ്മദ് അലി, E ഷഹീർ, K ഷറഫുനീസ, SRG കൺവീനർ ബേബി ഷാഹിന തുടങ്ങിയവർ സംബന്ധിച്ചു. വണ്ടൂർ VMC ഹയർ സെക്കൻഡറി സ്കൂളിലും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് അരങ്ങേറിയത്. ഫലവൃക്ഷ തൈ അടിയിൽ പോസ്റ്റർ നിർമ്മാണം, ക്വിസ് മത്സരം എന്നിവയ്ക്ക് പുറമെ വിദ്യാലയത്തിലെ ഹരിത ക്ലബിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ തന്നെയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. SMC ചെയർമാൻ ഉബൈദുള്ള മുക്കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് സാഹിർ നെച്ചിക്കാടൻ, പ്രധാന അധ്യാപിക P ഉഷ, പ്രിൻസിപ്പൽ ഇൻചാർജ് ഹൈദരലി മാസ്റ്റർ, അധ്യാപകരായ രാജീവൻ, M ശകുന്തള മങ്ങാടൻ എന്നിവർ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വേൾഡ് മലയാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ ആശ്രയ സ്പെഷ്യൽ സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വേൾഡ് പരിസ്ഥിതി ദിനമായതുകൊണ്ട് അതിൻ്റെ ആഹ്വാന പ്രകാരം വേൾഡ് മലയാളി ഫോറം സംഘടിപ്പിച്ച ആശ്രയ സ്കൂളിലെ വൃക്ഷത്തൈ തടലാണ് ഇവിടെ നടന്നത്. നല്ല രീതിയിൽ നാടിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടി ആശ്രയ സ്കൂൾ മുന്നോട്ട് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ പൊതുജനങ്ങളെ പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിന് മുൻപന്തിയിലെടുക്കുന്ന സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഭൂമിയെ വീണ്ടെടുക്കാം, നമ്മുടെ ഭാവിയെ സുരക്ഷിതമാക്കാം എന്ന ഉദാത്തമായ സന്ദേശവുമായാണ് വേൾഡ് മലയാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തിയത്. ഇതിന്റെ ഭാഗമായി വണ്ടൂർ ആശ്രയ സ്പെഷ്യൽ സ്കൂൾ ക്യാമ്പസിലാണ് വൃക്ഷത്തൈകളും തണൽ മരങ്ങളും വച്ചുപിടിപ്പിച്ചത്. ആശ്രയ സ്പെഷ്യൽ സ്കൂൾ പ്രസിഡന്റ് KT മുഹമ്മദ് മാസ്റ്റർ, വേൾഡ് മലയാളി ഫെഡറേഷൻ സ്റ്റേറ്റ് ജോയിന്റ് ട്രഷറർ KT അബ്ദുള്ളക്കുട്ടി, ജില്ലാ സെക്രട്ടറി PT സിദ്ദീഖ്, നാഷണൽ കോർഡിനേറ്റർ U ഫൈസൽ, K സുബുഹാൻ, TP ഹംസ, P ഇബ്രാഹിം ഹാജി, P യൂനിസ് തുടങ്ങിയവർ സംബന്ധിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിനായി ഇത്തരം ഹരിത ക്യാമ്പയിനുകൾ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനാണ് സംഘടനയുടെ തീരുമാനം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വേൾഡ് മലയാളി ഫെഡറേഷൻ ഇന്ന് ആശ്രയ സ്കൂളിൽ മരം നടുകയുണ്ടായി. പേരക്ക
മാവ്, അശോകമരം തുടങ്ങിയ മരങ്ങളാണ് ഇന്നിവിടെ നട്ടിട്ടുള്ളത്. ഇന്ന് ഇതേ സമയത്ത് തന്നെ അഞ്ചച്ചോടി സ്കൂളിൽ വെച്ച് വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ എൻവയോൺമെൻറ്റ് വിങ് ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും വൃക്ഷത്തൈകൾ നടുകയാണ് ചെയ്യുന്നത്. വിവിധ തലങ്ങളിൽ സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളുമായിട്ട് ഇന്ന് ഒട്ടനവധി സ്ഥലങ്ങളിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ വൃക്ഷത്തൈ നടുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളൊരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഹരിതവൽക്കരണവും ശുചിത്വവും ലക്ഷ്യമാക്കി KSRTC ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായുള്ള ഔപചാരികമായ ഉദ്ഘാടനം നഗരസഭയുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ കളത്തുംപടിക്കൽ നിർവഹിച്ചു. ബസിന്റെ ഇരുഭാഗത്തും മണ്ണിന് വേണ്ടി, മനുഷ്യന് വേണ്ടി പ്ലാസ്റ്റിക് വർജിക്കും ഭൂമിയെ രക്ഷിക്കുന്നു. അതുപോലെ ആഗോളതാപനം മരമാണ് മറുപടി. മഴ പ്രകൃതിയുടെ സുഹൃത്തും കരുതൽ ജലനാളേക്കായി തുടങ്ങിയ പരിസ്ഥിതി സംരക്ഷണം ദീർഘകാലമായി എഴുതി പ്രചരിപ്പിക്കുന്ന വ്യക്തിയാണ്. ആ നിലയ്ക്ക് എനിക്കിത് KSRTC പോലൊരു കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എൻ്റെ വീട്ടിലെ പരിപാടിയായിട്ടാണ് ഞാനിത് കാണുന്നത്. അതുപോലെ തന്നെ ഞാൻ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞാൻ എന്നോട് പറഞ്ഞു. ഞാൻ അംഗനവാടി ശിശുമര പദ്ധതി എന്നൊരു പദ്ധതി സംസ്ഥാനത്തിൽ മാതൃകയായ പരിപാടി ഞാൻ നടപ്പിലാക്കി. ഞാനിത് പറയുന്നത് എൻ്റെ കഴിവുകൾ പറയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി കാര്യങ്ങൾ അറിഞ്ഞ് നാളേക്ക് അതുകൂടി ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അംഗനവാടി കുട്ടികൾക്ക് അവരുടെ പേര് നാളെ കുറിച്ചുകൊണ്ട് അംഗനവാടിയിൽ അവരുടെ പേരിട്ടുകൊണ്ട് മരങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഉദാഹരണം പോലെ അംഗനവാടിയിൽ ഇപ്പോഴും കുട്ടികൾ അരിശി എന്ന കളിക്കൊന്നയും ഹിജാസ് എന്ന പ്ലാവൊക്കെ എപ്പോഴും വളർന്ന് പന്തരിച്ചെടുക്കുകയാണ്. അപ്പൊ അത് ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള പരിപാടി നടത്തുമ്പോൾ അമ്മമാർക്ക് നമ്മുടെ കുട്ടികളുടെ പേരിൽ മരം നടത്തുമ്പോൾ അമ്മമാർക്ക് കൂടി അതിനോട് വെള്ളം നനച്ച് അത് ചെയ്യാൻ വേണ്ടി പ്രേരണയുണ്ടാകും. വാർഡ് കൗൺസിലർ വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ബിനു VS, ചാനൽ കൺട്രോൾ ഇൻസ്പെക്ടർ ഷാജി, സൂപ്രണ്ട് അനിത A, സംഘടനാ നേതാക്കളായ ET ഗംഗാധരൻ, P അഷറഫ്, സൂപ്രണ്ട് ആദം സാലിഹ എന്നിവർ സംസാരിച്ചു. KSRTC ഡിപ്പോ പരിസരത്ത് വൃക്ഷത്തൈ നട്ട് മുസ്തഫ കളത്തുംപടിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാരാചരണത്തിന്റെ ഭാഗമായി ജീവനക്കാർക്ക് ബോധവൽക്കരണം, പൂന്തോട്ട നിർമ്മാണവും പരിപാലനവും, ബസ് വാഷിംഗ്, ഡിപ്പോ പരിസരത്തെ കടയുടമകൾക്കും പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും ബസിന്റെ ജനാലിലൂടെ പുറത്തേക്കെറിയുന്ന ശീലം ഉപേക്ഷിക്കുന്നതിന് യാത്രക്കാർക്കും ബോധവൽക്കരണം, ടോയ്ലറ്റ് വൃത്തിയാക്കൽ, വർക്ക്ഷോപ്പ് പരിസരം പ്ലാസ്റ്റിക് വിമുക്തമാക്കൽ എന്നിവയും വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഒരിടവേളയാണ് പ്രേക്ഷകരെ. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് മടങ്ങി വരാം. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.
ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വാർത്തകൾ തുടരുകയാണ് പ്രേക്ഷകരെ. വിവിധങ്ങളായ മോഷണങ്ങൾ നാം കണ്ടിട്ടുണ്ട്. വീടിൻ്റെ വാതിൽ കുത്തി തുറന്ന മോഷണം, അങ്ങനെയുള്ള മോഷണങ്ങളൊക്കെ. എന്നാൽ വീടിൻ്റെ ചുമർ തുറന്നുള്ളൊരു മോഷണമാണ് ഇപ്പോൾ പൂക്കോട്ടുംപാടത്ത് നടന്നിരിക്കുന്നത്. പൂക്കോട്ടുംപാടം ഗാന്ധിപ്പടിയിലാണ് ഇങ്ങനെയൊരു മോഷണം നടന്നിരിക്കുന്നത്. വീട്ടിൽ ആളില്ലാത്ത സമയത്താണ്, വീട്ടിലെ ആളുകൾ ചെന്നൈയിലേക്ക് മകളുടെ അടുത്തേക്ക് പോയ സമയത്താണ് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത്. വീടിൻ്റെ പിൻഭാഗത്താണ് ചുമർ തുരന്ന് മോഷ്ടാവ് അകത്ത് കടന്നത്. ഇവിടെ അടുക്കളയിൽ നിന്ന് പല വ്യഞ്ജനങ്ങളടക്കം തട്ടിമറിച്ചിട്ട നിലയിലാണ്. കാര്യമായ വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും വലിയൊരു മോഷണ ശ്രമമാണ് ഈ വീട്ടിൽ നടന്നിരിക്കുന്നത്. ഇവിടെ ഉള്ളാടുള്ള ചൊള്ളപ്ര ഉണ്ണി ഹസന്റെ വീട്ടിലാണ് ഇങ്ങനെയൊരു മോഷണം നടന്നത്. ചുമരിൽ ദ്വാരമുണ്ടാക്കി മോഷ്ടാവ് അകത്ത് കടന്നു എന്നതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. CCTVകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആളുകൾ ആൾതാമസമില്ലാത്ത വീടുകൾ അല്ലെങ്കിൽ വീടുകൾ പൂട്ടി കൂടുതൽ ദിവസം മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പോലീസിൽ വിവരം അറിയിക്കണം എന്നൊരു നിർദ്ദേശം കൂടി, അല്ലെങ്കിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി ഇപ്പോൾ പൂക്കോട്ടുംപാടം പോലീസ് ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മഴ ശക്തമായിരുന്നു. നിലമ്പൂർ മേഖലയിൽ മഴയോടൊപ്പം കാറ്റും വീശിയിരുന്നു. ഈ കാറ്റിൽ നിലമ്പൂരിൽ ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണുകൊണ്ട് ഒരു അപകടം ഉണ്ടായി. മരത്തിൻ്റെ കൊമ്പാണ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് പൊട്ടി വീണത്. ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അപകടമുണ്ടായത്. കാട്ടുമുണ്ട അയ്യർവാലിൽ അഫ്സൽ ബാബുവാണ് അത്ഭുതകരമായി ഇന്ന് ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. രാവിലെ 11:15 നിലമ്പൂർ കനോലി പ്ലോട്ടിൽ KNG റോഡിലാണ് സംഭവം. നിലമ്പൂരിൽ യാത്രക്കാരെ ഇറക്കി കാട്ടുമുണ്ടയിലേക്ക് മടങ്ങുമ്പോഴാണ് അഫ്സൽ ബാബു ഇരുന്ന ഭാഗത്തേക്ക് മരം പൊട്ടി വീണത്. ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. നിലമ്പൂരിൽ കനത്ത മഴയും കാറ്റുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ കാറിന് മുകളിലേക്ക് മരം പൊട്ടി വീണ് കാർ യാത്രക്കാർക്ക് നിസാര പരിക്കേറ്റിരുന്നു. ഈ വാർത്തയോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയാം, നാളെ റെഡ് അലേർട്ടാണ്. നാളെയും മറ്റന്നാളും റെഡ് അലേർട്ടാണ്. ശക്തമായ മഴയുണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട്, കാറ്റ് വീശാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സുരക്ഷിതമായിരിക്കുക, മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുക.
6 ലിറ്റർ വിദേശ മദ്യവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. മദ്യം കൊണ്ടുവരികയായിരുന്ന സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. അകമ്പാടം ആറങ്കോട് സ്വദേശി അജിത്താണ് അരുവാക്കോട് വെച്ച് പിടിയിലായത്. നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീകുമാർ, പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ റഷീദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ എബിൻ, സണ്ണി, രാകേഷ് ചന്ദ്രൻ, ജയൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിമുക്തി മിഷനും വണ്ടൂർ എക്സൈസ് വകുപ്പും സംയുക്തമായി വണ്ടൂർ അംബേദ്കർ കോളേജിൽ പുകയില വിരുദ്ധ റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അമൃത പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുകയിലയുടെ മാരകമായ പാർശ്വഫലങ്ങളെക്കുറിച്ച് സമൂഹത്തെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ കെ വി വിപിൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി ജയപ്രസാദ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ശിവപ്രകാശ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പി രജനി, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഇ ഷംസുദ്ദീൻ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഇ സി സലീന എന്നിവർ സംസാരിച്ചു. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി മേഖലയിലെങ്ങും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാലയങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ട് വിവിധ സംഘടനകൾ. ആളില്ലാത്ത സമയം വീടിന്റെ ചുമർ തുരന്ന് മോഷണം. പൂക്കോട്ടുംപാടം ഗാന്ധിപ്പടിയിലാണ് മോഷണ ശ്രമം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മേഖലയിലെങ്ങും കനത്ത മഴയുടെ മുന്നറിയിപ്പ്. മലപ്പുറം ജില്ലയിൽ നാളെയും മറ്റന്നാളും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. നിലമ്പൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം പൊട്ടിവീണ് ഓട്ടോറിക്ഷ തകർന്നു. ലോക പുകയില വിരുദ്ധ ദിനാചരണം. വണ്ടൂർ അംബേദ്കർ കോളേജിൽ പുകയില വിരുദ്ധ റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപോയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.